ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്. അർബുദബാധയെ തുടർന്ന് ബ്രിട്ടനിലെ ചാൾസ് രാജാവ് ചികിത്സയിൽ കഴിയുന്ന സാഹചര്യത്തിൽ കൂടുതൽ ചുമതലകൾ ഏറ്റെടുത്ത മകൻ വില്യം രാജകുമാരൻ. ഡോക്ടർമാരുടെ ഉപദേശപ്രകാരമാണ് ചാൾസ് രാജാവ് ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. വംശഹത്യ ആരോപിച്ച് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രയേലിനെതിരെ ദക്ഷിണാഫ്രിക്ക നൽകിയ കേസിൽ കക്ഷി ചേരാൻ അനുമതി തേടി സ്പെയിൻ. ഈ ആവശ്യം ഉന്നയിച്ച് രംഗത്ത് വരുന്ന ആദ്യ യൂറോപ്യൻ രാജ്യമാണ് സ്പെയിൻ. കാലാവസ്ഥാ വ്യതിയാനത്തിൽ നിന്ന് ലോകത്തെ രക്ഷിക്കാൻ ആഗോള ഫോസിൽ ഇന്ധന വ്യവസായ ഭീമന്മാരെ പരസ്യങ്ങളിൽ നിന്ന് നിരോധിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ തലവൻ ആന്റോണിയോ ഗുട്ടറസ്. കൽക്കരി, എണ്ണ, വാതക കോർപ്പറേറ്റുകളെ കാലാവസ്ഥാ പ്രതിസന്ധിയുടെ ഗോഡ്ഫാദർമാർ എന്ന് വിശേഷിപ്പിച്ച ഗുട്ടറസ് സത്യത്തെ വളച്ചൊടിച്ച് ദശാബ്ദങ്ങളായി അവർ പൊതുജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണെന്നും തുറന്നടിച്ചു. മനുഷ്യനെയും വഹിച്ചുള്ള ബോയിംഗ് സ്റ്റാർലൈനർ പേടകം ലക്ഷ്യത്തിലെത്തി. പേടകം വിജയകരമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവുമായി സന്ധിച്ചു. നസ്രത്തിലെ UN സ്കൂൾ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട തീവ്രവാദികളെ തിരിച്ചറിയാൻ ഇസ്രയേലിനോട് അമേരിക്ക. ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ 14 കുട്ടികൾ ഉൾപ്പെടുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരങ്ങളെന്നും അതിനാലാണ് അഭയാർത്ഥി ക്യാമ്പിലെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹമാസ് തീവ്രവാദികളെ തിരിച്ചറിയാൻ അമേരിക്ക ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നും റിപ്പോർട്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കുമെതിരെ ഗുരുതര ആരോപണവുമായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിന്റെ മറവിൽ ഓഹരി വിപണിയിൽ തട്ടിപ്പ് നടത്തിയെന്ന് രാഹുൽ ഗാന്ധി. ലൈംഗിക അതിക്രമ കേസിൽ അറസ്റ്റിലായ JDS മുൻ MP പ്രജ്വൽ രേവണ്ണയുടെ ജുഡീഷ്യൽ കസ്റ്റഡി 4 ദിവസത്തേക്ക് കൂടി നീട്ടി. ജനപ്രതിനിധികളുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുന്ന ബംഗളൂരുവിലെ പ്രത്യേക കോടതിയിൽ വ്യാഴാഴ്ച രാവിലെ പ്രജ്വലിനെ കേസ് അന്വേഷിക്കുന്ന SIT സംഘം ഹാജരാക്കി. ഡ്രൈവിംഗ് ലൈസൻസ് പരിഷ്കരണത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. സമരം ഒത്തുതീർപ്പായത് എല്ലാവരും കണ്ടതാണ്. മാറ്റിപ്പറയുന്നവർക്കാണ് നാണക്കേട്. എല്ലാം മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇനി ചർച്ചയില്ലെന്നും ഗണേഷ് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. താൻ കേരളത്തിനെ പ്രതിനിധീകരിക്കുന്നയാളാണെന്നും ഒരു പ്രദേശത്തിന്റെ പ്രതിനിധിയാക്കേണ്ടതില്ലെന്നും നിയുക്ത തൃശൂർ MP സുരേഷ് ഗോപി. കേരളത്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുക. എയിംസ് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. T20 ലോകകപ്പിൽ മുൻ ചാമ്പ്യന്മാരായ പാകിസ്ഥാനെ അട്ടിമറിച്ച് അമേരിക്ക. ഡലാസ് ഗ്രാൻഡ് പ്രൈറി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ സൂപ്പർ ഓവറിലായിരുന്നു US-ന്റെ ജയം. ഇതോടെ ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശദ വിവരങ്ങൾക്കും ആനന്ദ് TV UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ആനന്ദ് TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കൂ.